ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം നൽകി തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് പപ്പ, മമ്മി, കുഞ്ഞ്, ജെബി ഫാമിലി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഒരു ദൈവസാന്നിധ്യം എത്ര പേർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദൈവം വലിയ എന്തോ ചെയ്യാനായിട്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് സംതിങ് ഗ്രേറ്റ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ സമയം തന്ന പാസ്റ്ററിനും ചർച്ചിനും എല്ലാവർക്കും നന്ദി. ജോർജ് കുട്ടി പാസ്റ്റർ ഒത്തിരി സ്നേഹം, ഒത്തിരി UAE വിശ്വസ്തർ ആയിട്ടുള്ള ദൈവദാസന്മാർ വരുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. സച്ച് എ ഹംബിൾ ക്രൈസ്റ്റ് ലൈക്ക് ട്രൂ വേർഡൊക്കെ ഷെയർ ചെയ്യുന്നതും സ്പിരിച്വൽ കണക്ഷനും ഒക്കെ ആയിട്ട് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ആൻറ്റി കുര്യൻ, ഒരു കുടുംബമായ ദൈവം സഹായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ. ICPനെ സ്നേഹിക്കുന്ന, ICPൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി സ്നേഹവും പേഴ്സണൽ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. ഷൈവ് ചാനീസ് ഹിയർ, ഷോബിൽ ചാനുണ്ട്, മറ്റ് വർഷിപ്പ് ടീമിലെ ഒത്തിരി ഫ്രണ്ട്സ് ഇവിടെ കാണാനായിട്ടൊക്കെ ദൈവം സഹായിച്ചു. ഗ്രീറ്റിംഗ്സ് പേരൻസ്, ചർച്ചിൻ്റെ ലീഡേഴ്സ്, എൽഡേഴ്സ്, എല്ലാവർക്കും നന്ദി. ആൻഡ് വി ഹാവ് സം VVIPs. VVIP ഉണ്ട് അവിടെ, അറിയാമോ? ആരാ VVIP? ആരാ VVIPs? നോർമലി VVIPs എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം? എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? അവർ ബാൽക്കണിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കും. ഒരു ക്യൂ ഒക്കെ നിന്ന് ഇങ്ങനെ കയറുക, അങ്ങനെയാണോ? അല്ല, നോർമലി എങ്ങനെ VVIPs എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? They will sit in the front. അവരായിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം ഈ ചർച്ചിലും VVIPs ഉണ്ട്. All of you are VVIPs. ചിരിക്കാം, സ്മൈൽ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പാപമൊന്നുമില്ല. ഓൾറൈറ്റ്. ഇവൻ നമ്മളോട് സംസാരിക്കട്ടെ. അടുത്ത ഒരു 2:30 വരെ ഉള്ള സമയം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലർ കണ്ണൊക്കെ ഇങ്ങനെ വെളി വരും. 2:30യോ? നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പം ഈ ചില പ്രൊഫസേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അവരെന്തോ ചെയ്യുന്നറിയാം, ഈ ബെല്ലടിച്ചാലും പിന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെങ്ങനെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി രക്ഷപ്പെടാൻ ഇരിക്കുമ്പോഴായിരിക്കും സാർ അവിടെ നിന്ന് ആ ലാസ്റ്റ് പോയിന്റ് ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഐ വുഡ് നോട്ട് ഡു ദാറ്റ്. പാസ്റ്റർ തന്ന സമയത്ത് തന്നെ ഞാൻ നിർത്തും. പക്ഷേ നമുക്ക് സംസാരിക്കാമല്ലോ. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ഐ പ്രേ ദാറ്റ് ദ ലോർഡ് വിൽ ഡു സംതിങ് ഗ്രേറ്റ്. ദൈവം എന്നൊരു വലിയ ബ്രേക്ക് ത്രൂ തരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവസാന്നിധ്യം വരുന്നത് ചുമ്മാ ഒന്നും വരത്തില്ല. ദൈവസാന്നിധ്യം വന്നാൽ ഹി വിൽ ഡു ഇറ്റ്. ദൈവം ചെയ്യും. ആൻഡ് ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു മിഷൻ സൺഡേ ആണ് അല്ലേ? അപ്പം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മിഷൻ, ചർച്ചിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്തുവാ? ചർച്ചിൻ്റെ ഏറ്റവും വലിയ അസറ്റ് നമുക്ക് നല്ല കീബോർഡുണ്ട്, ഡ്രംസ്, ഗിറ്റാർ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്, ക്യാമറ എല്ലാം ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസറ്റ് എന്തോ? യെസ്, പാസ്റ്റർ പറഞ്ഞു, ചിൽഡ്രൻ. ചർച്ചിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന VVIPs ആണ്. ആൻഡ് ഇന്ന് ഒരു വലിയൊരു ബേർഡൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. നീഡ് ഓഫ് ദി അവർ. ഇന്ന് ആക്ച്വലി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതാരും പറയത്തില്ല. ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ പലപ്പോഴും നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയത്തില്ല. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി ആരും അങ്ങനെ പറയത്തുമില്ല, ബിക്കോസ് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ സെർവ് ചെയ്യുന്നതുകൊണ്ട് ചില ഗ്രൗണ്ട് റിയാലിറ്റി ബേർഡൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 23:28. ലൂക്കോസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലൂക്കോസ് ബൈബിൾ ഉണ്ടായിരുന്നു. ആക്ച്വലി എന്തോ പറഞ്ഞേക്കുന്നേ? നിങ്ങളെ ഡോണ്ട് ക്രൈ ഫോർ മീ. എന്തുവാ? യേശുവിൻ്റെ ക്രൂശീകരണത്തോട് അടുത്തു, മരിക്കാനുള്ള ആ ലാസ്റ്റ് മൊമെന്റിലോട്ട് പോവുക. അപ്പോൾ അവിടെ യേശു പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, പക്ഷേ നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. ആക്ച്വലി കർത്താവിൻ്റെ നേച്ചർ നോക്കിയാൽ, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ, ആ കമ്പാഷനേറ്റ് ആയിട്ടുള്ള നേച്ചർ എന്തെന്ന് പറയാം, ആരെങ്കിലും കരഞ്ഞാൽ അവരുടെ കണ്ണുനീര് ഒപ്പം ഹി വിൽ വൈപ്പ് ദ ടിയേഴ്സ്. കണ്ണുനീര് തുടയ്ക്കുന്ന ആളാ. പക്ഷേ യേശു അവിടെ നിന്ന് പറയുക, ഓ യു ഗോ ക്രൈ. നിങ്ങൾ പോയി കരഞ്ഞോ, മുട്ടുകുത്തിക്കോ, കണ്ണുനീരൊഴുക്കിക്കോ. എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? നമ്മളെ ഒന്ന് കർത്താവ് കാണിക്കൂ. എന്തുവാ? ദിസ് ഇസ് ദ നീഡ്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുവാ? നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ചൊല്ലി
കരയുവിൻ. അത് ഇച്ചിരൂടെ അടുത്ത വാക്യത്തിന് ഇച്ചിരൂടെ പേടിപ്പിക്കുന്നു. ഇനി അതൊന്ന് വായിക്കാം. ആ ഓ എന്തോ ഇച്ചിരൂടെ ഒരു ഡിസ്റ്റർബിങ് വാക്യം. എന്തോ ഇറ്റ് ഈസ് ബെറ്റർ, പിള്ളേരില്ലാത്തതും ബെറ്റർ ആണെന്നുള്ള ഒരു സീക്വൻസിലാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സച്ച് എൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുമാത്രം നമ്മൾ കരഞ്ഞാൽ പറ്റും, എന്തുമാത്രം കണ്ണുനീരൊഴുക്കിയാൽ പറ്റും. വി ആർ ലിവിങ് ഇൻ എ വിക്കഡ് ആൻഡ് ക്രൂക്കഡ് ജനറേഷൻ. ഒരു വല്ലാത്ത ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലെറ്റ് മീ ആസ്ക് ഓൾ ദി VVIPs. ഞാൻ നിങ്ങൾ VVIPസിനോട് ചോദിക്കുക കേട്ടോ, ചോദ്യം, ക്വസ്റ്റ്യൻ ഫോർ യു. ആൻസർ പറഞ്ഞാൽ വിൽ ഗിവ് യു സംതിങ്. നിങ്ങൾ എത്ര പേര് ഈ ഒരു ഇല്ലന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലന്റ് അബിഗേൽ കേട്ടിട്ടുണ്ടോ? ആരും വേറെ ആരും വേണ്ടല്ലോ, പിള്ളേരും VVIPs കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹാൻസം ബ്രദേഴ്സ് കേട്ടിട്ടില്ല. അങ്ങനൊരു സാധനം അവരെ കേട്ടിട്ട് പോലും ഇല്ല. ബ്യൂട്ടിഫുൾ സിസ്റ്റേഴ്സ്, നോ വേ, നെവർ. ഓക്കെ, അപ്പം നിങ്ങൾ മാജിക് കണ്ടോണേ. ഇപ്പം എൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ എൻ്റെക്കാൾ ഇച്ചിരൂടെ പ്രായമുള്ള എത്ര പേര് ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് കരമുയർത്താം. യെസ്, ശരിക്കും ഉയർത്തിക്കോ. പാപമൊന്നുമല്ല, ഇല്ലെന്ന് കണ്ടത് പാപമൊന്നുമല്ല. പാസ്റ്റർ ഒന്നും പറയത്തില്ല. ഒന്ന് ശരിക്കും കൈ ഉയർത്താം. ഓൾ ദി ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കി. ഓ മൈ ഗോഡ്, ഫുൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയാമോ? നമുക്കറിയാം, പക്ഷേ നമ്മുടെ പിള്ളേർക്കറിയത്തില്ല. ബൈബിൾ ഇതുപോലെ തന്നെ പേടിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ജഡ്ജസ് 2:10. ഒന്ന് പെട്ടെന്ന് വായിക്കാം. ജഡ്ജസ് 2:10. അതൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു ബൈബിളിൽ. നിങ്ങൾ നോക്കുന്ന കണ്ടിട്ട് ഇത് ആക്ച്വലി ഒരു പേടിപ്പിക്കുന്ന വാക്യം, ഡിസ്റ്റർബിങ് വേഴ്സ്. ICPF ഞങ്ങൾ ജെബി ഞങ്ങൾ എല്ലാവരും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു വാക്യം. എന്തോ പറഞ്ഞേക്കുന്നത്, എന്തോ സ്പെഷ്യാലിറ്റി. ഇറ്റ് ഇസ് നോട്ട് എൻ എൻകറേജിങ് വേഴ്സ്, ഒരു നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഒരു വാക്യം. എന്തോ ഒരു ജനറേഷൻ പോയി, അടുത്തൊരു ജനറേഷൻ വന്നു. അവരുടെ സ്പെഷ്യാലിറ്റി എന്തോ, യഹോവയെ അറിയാത്ത, യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തത് എന്തോ ആണെന്നും അറിയാത്ത അടുത്തൊരു ജനറേഷൻ വന്നു. ജസ്റ്റ് ലൈക്ക് നമുക്കില്ലെന്ന് എന്തോന്ന് അറിയാം, നമുക്കറിയാം, സംഭവം അറിയാം, നമ്മൾ എഴുതിയിട്ടുണ്ട്, ലവ് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കും, പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ സ്നേഹത്തോടെ എഴുതുന്ന എല്ലാം ലവ് ലെറ്റർ ആണല്ലോ. സംഭവം നമുക്കറിയാം. ബട്ട് വെൻ വി കം ടു അവർ ജനറേഷൻ, നമ്മുടെ അടുത്ത തലമുറയോട് ചോദിച്ചപ്പം അവർക്ക് അറിയത്തില്ല, എന്തുവാ സെയിം കാര്യങ്ങളാണ്. ഒരു ജനറേഷൻ അറിയാമായിരുന്നു, ഇസ്രായേലിനെ നടത്തിയതും കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തതും എല്ലാം അറിയാമായിരുന്നു. ബട്ട് അടുത്തൊരു ജനറേഷൻ വന്നപ്പം യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തത് എന്തുവാന്നും അറിയാത്ത ഒരു ന്യൂ ജനറേഷൻ വന്നു. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ജനറേഷൻ. ഞാൻ പ്രൂവ് ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു പാസ്റ്റർ, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഹി വെന്റ് ടു UK പോയി. അവിടെ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. മിനിസ്ട്രി ചെയ്യാൻ അവിടെ ഒരു വലിയൊരു ചർച്ച, ഭയങ്കര ഒരു ഹെവി ബിഗ്, ഭയങ്കര ഒരു ഹ്യൂജ് ചർച്ചിൻ്റെ ഒരു കോംപ്ലക്സാണ്. അപ്പം അതിൻ്റെ ആർച്ചിനകത്തോട്ട് കിങ്ങിനകത്തോട്ട് കയറിപ്പോയി. അവിടെ ചെന്നു, മീറ്റിംഗ് തുടങ്ങി. അവിടെ മീറ്റിംഗ് നടക്കുന്നത് ആ ചർച്ചിൻ്റെ ഒരു ചെറിയ ഒരു സ്പേസിലാണ്, ഒരു ചെറിയ ഒരു റൂമിനകത്താണ് മീറ്റിംഗ് നടക്കുന്നത്. മീറ്റിംഗ് തുടങ്ങിയപ്പം ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ, അതെല്ലാം നരച്ച മുടിയുള്ള, വൈറ്റ് ഹെയർ, നോട്ട് ബിക്കോസ് ദേ ആർ UK പീപ്പിൾ, പ്രായമുള്ള ആൾക്കാർ. ആൻഡ് ദ പാസ്റ്റർ, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള പാസ്റ്റർ അങ്ങ് ഭയങ്കര ഡിസ്റ്റർബ് ആയി. ബിക്കോസ് അവരുടെ ഇടക്കൂട്ടായ്മ, ഏരിയ മീറ്റിംഗ് ഒന്നുമല്ല, ഇറ്റ് ഇസ് ദെയർ പ്രോപ്പർ സൺഡേ സഭായോഗം നടക്കുക, ചർച്ച് സർവീസ് നടക്കുക. ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ, പ്രായമുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ഈ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററിനടുത്ത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള പാസ്റ്റർ പോയി ചോദിച്ചു, പാസ്റ്റർ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തോ പറ്റി? ഇത്രയും വലിയ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾക്കുണ്ട്, വലിയ ചർച്ചുണ്ട്, പക്ഷേ വേർ ഈസ് യുവർ പീപ്പിൾ? അപ്പോൾ ഈ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള പാസ്റ്ററിനെ ആ ചർച്ചിൻ്റെ ഒരു കോർണറിലോട്ട് കൊണ്ടുപോയി. അവിടെ ആ മതിലയിൽ കുറേ ആൾക്കാരുടെ പേര് എഴുതി വെച്ചേക്കും. ആൻഡ് ദ പാസ്റ്റർ ഈസ് ടെല്ലിങ്, ഈ ചർച്ചിൽ നിന്ന് 2ാം ലോകമഹായുദ്ധത്തിൽ, സെക്കൻഡ് വേൾഡ് വാറിൽ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ പേരൊക്കെ ബ്യൂട്ടിഫുള്ളി അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ പ്രശ്നം എന്താ പറയാറോ, അത്രയും ലെഗസിയുള്ള, ഹിസ്റ്ററിയുള്ള ചർച്ച, പക്ഷേ എന്തോ പറ്റി, ഇന്ന് ആളില്ല. ജഡ്ജസ് 2:10 സംഭവിച്ചു തുടങ്ങി.
യഹോവയെ അറിയാവുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. അവർ മൺമറഞ്ഞു, അവർ കർത്താവിനോട് ചേർന്നപ്പെട്ടു. അടുത്തൊരു ജനറേഷൻ വന്നപ്പോൾ എന്തോ പറ്റി? യഹോവയെ അറിയാത്ത ഒരു ജനറേഷൻ വന്നു. നമ്മളെ സീരിയസ്ലി നമ്മുടെ ചിന്തകൾ നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. എവിടുന്ന ഈ ആത്മീയതയുടെ കാറ്റ്, ഉണർവ് എവിടുന്നാ ഉണ്ടായത്? യൂറോപ്പിൽ നിന്നുണ്ടായി. വലിയ വലിയ മിഷണറിമാർ എവിടെ എത്തി? ഇന്ത്യയിലെത്തി, ഏഷ്യയിലെത്തി, യൂറോപ്പിൽ നിന്നെത്തി. വലിയ വലിയ വില്യം കേരിയെ പോലുള്ള, ഹഡ്സൺ ടൈലറിനെ പോലെയൊക്കെ ഉള്ള വലിയ മിഷണറിമാർ എവിടുന്ന് വന്നു? യൂറോപ്പിൽ നിന്ന് വന്നു. സ്പിരിച്വാലിറ്റിയുടെ കാറ്റ് എവിടുന്നാ വന്നത്? യൂറോപ്പിൽ നിന്ന് വന്നു. ഇപ്പം ഡിക്ലൈനും എവിടുന്ന് വന്നു തുടങ്ങി? യൂറോപ്പിൽ നിന്ന് വന്നു തുടങ്ങി. ജഡ്ജസ് 2:10 സംഭവിക്കാനായിട്ട് തുടങ്ങി. ഓ മൈ ഗോഡ്, ചർച്ച് എന്തുമാത്രം കെയർഫുൾ ആയിരിക്കണം നമ്മൾ. ഹൗ മച്ച് മോർ വി ഷുഡ് ബി കെയർഫുൾ. ഇറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മുടെ നാട്ടിൽ നിന്ന് റിയാലിറ്റി ആണോ? റിയാലിറ്റിയാ. ഞാൻ ഈ റീസെൻ്റ്ലി ഒരു യൂത്ത് ക്യാമ്പിന് പോയി. ഒരു ചർച്ചിൻ്റെ ക്യാമ്പാ. 100-250 പിള്ളേരുണ്ട്. എല്ലാം ഭയങ്കര വാട്ട് എ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി റൂഫേൽ ഇടിച്ച് താഴേക്ക് വന്ന് ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെയാണ്. പക്ഷേ വെൻ വി ടോക്ക്, രണ്ടാമത്തെ ദിവസം ക്യാമ്പത്തിന് പിള്ളേർ ഓപ്പൺ അപ്പ് ആകാൻ തുടങ്ങി. അപ്പം സംസാരിച്ചപ്പോൾ എന്തോന്നറിയാമോ? പകുതി എണ്ണവും നിരീശ്വരവാദികളാണ്. എന്നിട്ട് അവിടെ നിന്നോ പാടുന്നുണ്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ, ഐ ആം എ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ചാടുന്നുണ്ട്. പക്ഷേ കർത്താവുമായിട്ട് ബന്ധമില്ല. ആൻഡ് ഇതൊക്കെ ആരാണെന്ന് അറിയാമോ? വലിയ വലിയ ചർച്ച് ലീഡേഴ്സിന്റെ മക്കളാണ്. വലിയ മിഷൻ സ്റ്റേഷൻസിനെയൊക്കെ റൺ ചെയ്യുന്ന ആളുകളുടെ മക്കളാണ്. യൂറോപ്പിൽ തുടങ്ങി നമ്മുടെ നാട്ടിലെത്തിയത്. ആൻഡ് വാട്ട് അബൌട്ട് മിഡിൽ ഈസ്റ്റ്? മിഡിൽ ഈസ്റ്റിന്റെ കാര്യമോ? വേറെ നമ്മൾ എടുത്തു നോക്കിയോ, നമ്മുടെ ബിഗ് 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 കൺവെൻഷൻസിനകത്തൊക്കെ ആരാ ഒരു ആവറേജ് ഏജ് എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? 40+. അതിന് താഴെയുള്ള പിള്ളേരൊന്നും വേർത്ത് പോലും ഇല്ല. അന്നേരം നമ്മൾ പിള്ളേരൊന്നും ഇവിടെ ഇല്ല. ഇപ്പം നാട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിള്ളേരൊന്നും ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ പിള്ളേരൊന്നും എങ്ങും പോയിട്ടില്ല. പിള്ളേരെല്ലാം അവിടെ ഉണ്ട്. ഗോ ടു സം തൈക്കുടം ബ്രിഡ്ജിന്റെ വല്ല ഡാൻസോ മറ്റേ എന്തോ കൊച്ചിയിലെ കാർണിവലിനൊക്കെ പോയിക്കാൻ മൊത്തം പിള്ളേരവിടെ ഉണ്ട്. ഇവിടെ അതൊക്കെ തന്നെ. നമ്മൾ പറയുന്നു പിള്ളേരൊന്നും ഇല്ല, അവരെല്ലാം അവിടെ. പക്ഷെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്തോ പറ്റി? ഇന്ന് ചർച്ചിൽ വരാനായിട്ട് കർത്താവിനെ അറിയുന്ന അടുത്തൊരു ജനറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കിതിനകത്തൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തോന്നറിയാമോ? അടുത്ത തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അടുത്ത തലമുറയ്ക്ക് ഈ ബാറ്റനോ തലമുറ കൈമാറി അടയാതെ നമ്മൾ സൂക്ഷിക്കും. എന്നിട്ട് എന്തോത്തിനാ? അടുത്ത ഒരു തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കാൻ. ആത്മനിറവിൽ, പരിശുദ്ധാത്മ നിറവിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്തൊരു തലമുറ, യേശുവിനെ സ്നേഹിക്കുന്ന അടുത്തൊരു തലമുറ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനെ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ, ഈ VVIPസിന് അടുത്ത തലമുറയ്ക്ക് യേശുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആര് കൊടുക്കും യേശുവിനെ? നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേ ബി അവർക്ക് ചിലപ്പോൾ ഒരു ഗ്ലാസ് സുലൈമാനി കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ യേശുവിനെ പങ്കുവെക്കുക, യേശുവിനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം, വലിയ റെസ്പോൺസിബിലിറ്റി, അത് എൻ്റെ മേലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ആയിരിക്കുന്നത്. ഷാരോൺ ചർച്ചിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്. എന്തുവാ? ഈ കർത്താവിനെ എൻ്റെ കുഞ്ഞിനൂടെ കൊടുക്കാൻ, അടുത്ത തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സൺഡേ സ്കൂളിന് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യൂത്ത് മൂവ്മെന്റ്സ് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി. എന്തോ ഇത് പ്രോഗ്രാം നടത്തി പോകുന്ന പരിപാടിയല്ല. എന്തിനാ? ഇത് അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ചർച്ച് ലീഡർഷിപ്പ്, പാസ്റ്റേഴ്സ് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി. എന്തിനാ? അടുത്തൊരു തലമുറ, കർത്താവിനെ ഹാർട്ട് ബീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന അടുത്തൊരു തലമുറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ICPF ഞങ്ങളിപ്പോൾ കണ്ണുനീരൊഴുക്കുക. എന്തിനാ? അടുത്തൊരു തലമുറ എഴുന്നേക്കണം. ജഡ്ജസ് 2:10 സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പും പ്രേയർ ഗ്രൂപ്പ്സും ഹബ്ബും ഒക്കെ വെച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്തിനാ? ജഡ്ജസ് 2:10 സംഭവിക്കരുത്. അടുത്തൊരു തലമുറ, യേശുവിനെ അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കണം. ആൻഡ് ഇതൊരു നീഡ് ഓഫ് ദി അവർ. ഇന്ന് നമ്മൾ ഇത് മിസ് ചെയ്ത് പോയാൽ നാളെ നമ്മുടെ ഈ പായൽ ഇരിക്കാൻ പോലും നമുക്ക് പിള്ളേരെ കിട്ടാതെ പോകും. ഓൾറെഡി തുടങ്ങി. ഇന്ന് പല പിള്ളേരും നമ്മുടെ ഇവിടെ നിന്നൊക്കെയുള്ള റിയാലിറ്റിയാണ് പറയുന്നത്. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പം എഡ്യൂക്കേഷൻ ഹബ്സ്,
Even, Bangalore, take Coimbatore or Georgia, UK, Canada, ഏറ്റവും വലിയ തല്ലിപ്പൊളികൾ ആരാന്നറിയാമോ? ഇവിടെ ഇരുന്ന് ആം എ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ചാടുന്ന ആൾക്കാർ. വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ കുഞ്ഞിന് കർത്താവിനോടൊരു സ്നേഹം ഉണ്ടെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. Hallelujah. Don't satisfied by the trophies they are getting. അവർക്ക് കിട്ടുന്ന ട്രോഫിക്കകത്ത് സാറ്റിസ്ഫൈഡ് ചെയ്യല്ലേ. Hallelujah. Hallelujah. കർത്താവിനെ പ്രാണനായിട്ട് സൂക്ഷിക്കുന്ന അടുത്തൊരു ജനറേഷൻ. Hallelujah. They might be good keyboardist ഒക്കെ ആയിരിക്കും. എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് വേറൊരു സംഭവം, ഒരു യൂത്ത് ക്യാമ്പ് നടക്കുക. അപ്പോൾ അവിടെ ഒരു പയ്യൻ കീബോർഡൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു വശപ്പശൊക്കെ എനിക്ക് തോന്നിയത് ഒരു സംതിങ് ഈസ് റോങ്. അപ്പോൾ അവനോട് നമ്മൾ ഈ പിള്ളേരോട് കണക്ട് ചെയ്യാൻ ഇങ്ങനെ സംസാരിച്ച് വന്ന സമയത്ത് ഷോക്ക് അടിച്ചു എനിക്ക്. നല്ലതായിട്ട് വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കും. പക്ഷെ പേഴ്സണലി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഹി ഈസ് നോട്ട് ഈവൻ ബോൺ അഗെയിൻ. വീണ്ടും ജനിച്ചതുപോലും അല്ല, കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടില്ല. പക്ഷെ എന്തോ ചെയ്യും, വായിക്കും, പാട്ടൊക്കെ പാടും. നമ്മൾ എന്തോ ആയിട്ട് മാറി, നമ്മൾ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് മാറി, ആക്ടിവിറ്റി ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി ആയിട്ട് മാറി. നമുക്ക് വി ഹാവ് ടു ടേക്ക് സം റെസ്പോൺസിബിലിറ്റി. ഇതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഒരു നീഡായി നമ്മൾ കണ്ട് അതിന് മുമ്പിൽ പ്രതികരിച്ചാലേ പറ്റത്തുള്ളൂ. ആൻഡ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഈ ഒരു ജനറേഷനെ നമ്മൾ മനസ്സിലാക്കണം. ഈ പല വീട്ടിലും എന്തോ പ്രശ്നം എന്നറിയാമോ, ഈ നമ്മളെ ഈ ഗൾഫ് പേരൻസിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ പിള്ളേരെ വളർത്താനായിട്ട് നോക്കുക. ദർ ഇസ് നത്തിങ് റോങ്. അപ്പോൾ എന്തോ ചെയ്യുന്നറിയോ, നമ്മൾ സാധാരണ എല്ലാ ഗൾഫിലെ ഉള്ള പേരൻസിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്നറിയോ, പണ്ട് ഡാഡയ്ക്കും മമ്മിക്കും ഒന്നുമില്ലായിരുന്നു, ഒരു റബ്ബർ ചെരുപ്പിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വരും. റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഡാഡി ഇത്ര നടക്കുമായിരുന്നു. അപ്പൊ എന്താന്ന് പറയും, ഈ പിള്ളേർക്ക് ഇപ്പൊ റബ്ബർന്ന് കേൾക്കുന്നത് തന്നെ ഇങ്ങനെ, ഓ സ്റ്റോപ്പ് ഇറ്റ്. ബസ്സിൽ തൂങ്ങി, ട്രെയിനിൽ തൂങ്ങി എന്ന് എന്തൊക്കെ കഥകളാണ് അവരത് കേട്ട് മടുത്തു. അപ്പൊ എന്താന്ന് പറയാ, നമ്മൾ വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിനകത്തൂടെ വളർത്താൻ നോക്കുക. നത്തിങ് റോങ്, നമ്മൾ വളർന്നു വന്നതൊക്കെ അറിയണം. പക്ഷെ വി ഷുഡ് നോട്ട് സ്റ്റോപ്പ് ദെയർ. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാല് നമ്മളെ കറക്റ്റ് പ്രോബ്ലം അറിയാതെ ട്രീറ്റ് ചെയ്താൽ എന്തോ ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ ഇന്ന് ഒരു വലിയൊരു പ്രോബ്ലം എന്തോ, നമുക്ക് ആക്ച്വലി റിയൽ പ്രോബ്ലം നമുക്ക് അറിയത്തില്ല. അപ്പം ഈ പല വീട്ടിലും എന്തോ പ്രശ്നം എന്ന് അറിയാം, ഈ കള്ളനും പോലീസും കളിയാ. ആരായിരിക്കും കള്ളൻ? ആരായിരിക്കും കള്ളൻ? പറഞ്ഞു. എപ്പോഴും ആരായിരിക്കും? പോട്ടെ, ബെറ്റർ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് കേൾക്കാൻ. ആരായിരിക്കും പോലീസ്? പേരൻസ് അല്ലേ. നമ്മളെപ്പോഴും നല്ല പോലീസ്, ഇരിയടാ, ചാടടാ, നിക്കടാ, പോടാ, പഠിക്കടാ, ഫുൾ. ആക്ച്വലി ഒരു ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ ഇങ്ങനെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. ഞാൻ പേടിച്ചു പോയി. ബിക്കോസ് എന്താണെന്ന് അറിയോ, ഞാൻ നോക്കിയപ്പോൾ ഫോണിനകത്ത് കോളിംഗ് ജയിലർ. അപ്പോൾ ഐ ടോൾഡ് മോനോട് പേടാ ജയിലർ. ഞാൻ ഓർത്ത് എന്തോ പ്രശ്നം. അച്ഛാ അന്നേരം പറ, അച്ഛാ ഡോണ്ട് വറി, ദാറ്റ്സ് മൈ ഡാഡ്. എന്താന്നറിയാം, ഈ വീട്ടിലെ കള്ളനും പോലീസും കളിച്ച് ഇപ്പം മക്കൾക്ക് എന്തോ ആയി, അപ്പനെ കാണുമ്പോൾ ജയിലറിനെ പോലെ തോന്നുന്നു. ഐ ഡിഡ് നോട്ട് ആസ്ക് ഹിം. ഞാൻ ചോദിച്ചില്ല അവനോട്, നിനക്ക് മമ്മിക്ക് എന്തോ പേരിട്ടേക്കുന്നത്. ഇനി മേ ബി ജാൻസി റാണി ഊരിപ്പിടിച്ച വാളുമായി. ബിക്കോസ് എന്തോ ഈ കള്ളനും പോലീസും കളിയാ. ജയിലർ. ഞാൻ പറഞ്ഞിട്ട് ആക്ച്വലി നല്ല അടി കൊടുക്കണം. ഇപ്പൊ ഇവരുടെ ചിരി പോയി. നല്ല അടി. എനിക്ക് ഒരു 2-3 വയസ്സുള്ള ഒരു മോളുണ്ട്. നല്ല അടി കൊടുക്കും ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട്. സംബഡി ടോൾഡ്, ഒരു നല്ല ഇന്റലിജന്റ് ഉള്ള ഒരാൾ പറഞ്ഞു, ഈ നമ്മുടെ ബട്ടും ചൂരവടിയും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഇവിടെ 2 എണ്ണം കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി അത് അലേർട്ട് വരും. കിട്ടിയിട്ടുണ്ട്, പപ്പ മമ്മി ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല അടി കൊടുക്കണം, നല്ല അടി കൊടുക്കണം. പക്ഷെ അവിടെ നിർത്തരുത്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ പ്രോബ്ലം.
അപ്പം ഈ പിള്ളേർക്കുള്ള ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഞാൻ പറയാം. then we'll come to the solution also. മുമ്പേ പറഞ്ഞ പോലെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറയിൽ ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഭയങ്കര അഡിക്ഷൻസ്. ഞാൻ ചോദിക്കട്ടെ, വൺ ഡേ യു ആർ കമ്മിങ് ബാക്ക് ഫ്രം ദ സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ നിന്ന് VVIPs, നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ദർ ഇസ് എ ബൈബിൾ ദെയർ. ഞായറാഴ്ച ആയിട്ട് പുള്ളി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഓൺ ദി അതർ സൈഡ് ഈറ്റൺ ആപ്പിൾ ഉണ്ട്. ഈറ്റൺ ആപ്പിൾ എന്തോ ആ പുറകിൽ കടിച്ച ആപ്പിളിൻ്റെ ഫോട്ടോകൾ. ഐഫോൺ. അപ്പോൾ ഐഫോൺ, ഐപാഡ്, സാംസങ്, വാട്ട് എവർ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ബാക്ക് ഫ്രം ദ സ്കൂൾ നിങ്ങൾ പോയിട്ട് ഏറ്റവും ആദ്യം ഏതായിരിക്കും എടുക്കുന്നത്? ബൈബിൾ. യുവർ പേരൻസ് ആർ ഹിയർ. ഷുഡ് ഐ ആസ്ക് ദം? ചോദിക്കണോ? ഏതായിരിക്കും എടുക്കുന്നത്? ഐഫോൺ. പിന്നെ അല്ലാതെ പിന്നെ ഫോൺ എടുക്കുക. ദ മോസ്റ്റ് ഡിസ്ട്രാക്റ്റഡ് ജനറേഷൻ. ഇവൻ നമ്മൾ മോശക്കാരൊന്നുമല്ല കേട്ടോ. നമ്മൾ പിള്ളേരോട് പറയും മുഴുവൻ സമയം തോണ്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അവർ കയറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ somebody told ഈ ലാസ്റ്റ് റീല് വരെ ഒന്ന് പോകാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതെങ്ങാണ്ട് തീരൂ. അൺകണ്ടീഷണൽ സാധനമാണ് ഇവിടെ കിടക്കുന്നത്. ഇറ്റ് വിൽ നെവർ എൻഡിങ്. അപ്പം നമ്മുടെ ഈ പല ആൾക്കാരുടെയും ഈ ഫോണിനകത്ത്, ഐഫോണിനകത്തൊക്കെ ഈ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സ്ക്രീൻ ടൈം എടുത്താൽ ഇപ്പം എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇവിടെ നിന്ന് ഈ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് എടുത്തോണ്ട് വന്ന് പാസ്റ്റിൻ്റെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിക്കാൻ? പാസ്റ്റർ ലുക്ക് അറ്റ് മൈ ഫോൺ. ഞാൻ എൻ്റെ എടുത്തരാൻ കേട്ടോ, കുഴപ്പമൊന്നും. എത്ര പേർക്കുണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് ഓൾ ഓഫ് അസ്? ഈ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഗ്രാഫ് ബുർജ് ഖലീഫ പോലെ ആയിരിക്കും. ഇങ്ങനെ മേലോട്ട് നെവർ എൻഡിങ് ഇങ്ങനെ കിടക്കും. അപ്പം ചില ആൾക്കാർ മൊബൈലിൽ ഈ ബൈബിളും ഉണ്ട്. എന്തിനാന്നൊന്നും അറിയത്തില്ല, അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് മസാല ദോശ. അതൊന്നും ആരും തൊടത്തു പോലും ഇല്ല. ഈ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ജനറേഷനാണ് നമ്മൾ. എന്തിനാണെന്നറിയോ? ഐ വിൽ ടെൽ യു, ഐ വിൽ പ്രൂവ് ഇറ്റ്. നമ്മൾ ആക്ച്വലി ഫോൺ എടുത്തു. ഒരാൾ അത്യാവശ്യമായിട്ട് വിളിക്കാനായിട്ടാണ് ഫോൺ എടുത്തത്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും വിളിച്ചിട്ടില്ല. ഫോൺ എടുത്തത് എന്തിനാ? വിളിക്കാനാണ് എടുത്തത്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും വിളിച്ചിട്ടില്ല ഇതുവരെ. മറന്നുപോയി. ഡിസ്ട്രാക്റ്റഡ്. ലിഫ്റ്റേ കയറി ഞങ്ങളുടെ മേലോട്ട് പോകാനായിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ കയറി എവിടെ എത്തി? താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓർത്ത് അയ്യോ ബേസ്മെന്റ് ആയിരുന്നു. ബിക്കോസ് എന്തോ അകത്ത് കയറി ഇങ്ങനെ കയറിപ്പോഴാ ഡിസ്ട്രാക്റ്റഡ്. ഓ മൈ ഗോഡ്, വി ആർ അഡിക്റ്റഡ്. ഭയങ്കര അഡിക്ഷൻ. ദിസ് ഇസ് എ വെബ്. പിശാച് ഭയങ്കര ടാക്ടിക്കലായിട്ട് നമ്മളെ ഇതിനകത്ത് ഹുക്ക് ചെയ്തു. ആൻഡ് എന്തോ പറ്റിയെന്ന് നമുക്ക് ഈ ബൈബിൾ വർക്ക്സ് ബെറ്റർ ദാൻ അനസ്തേഷ്യ ഫോർ യങ് പീപ്പിൾ നൗ ഡേയ്സ്. ഈ അനസ്തേഷ്യ എന്തിനാണെന്നറിയോ? മയക്കാനായിട്ട്. ഇപ്പം ബൈബിൾ തുറന്ന വിശ്വാസികൾ ഫ്ലാറ്റ്. ഇങ്ങനെ ഇമാജിൻ, ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ബൈബിൾ ഇങ്ങനെ നേരെ തുറന്നു ഇങ്ങനെ വായിച്ചു. ഹബക്കുക്കൊക്കെയാ. ദൈവമേ, when you go to heaven, ഹബക്കുക്ക് അവിടെ ഉണ്ട്. എൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ തുറന്നു 2 അധ്യായം ഇങ്ങനെ തുറന്ന് 3, 4, 5, 6 ഒക്കെ ആകുമ്പോഴത്തേനും ഒരു ആവറേജ് വിശ്വാസി വിൽ ബി ലൈക്ക് ദിസ്. 8, 10 ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പോകുമെന്നുള്ളത്. ഡിസ്ട്രാക്റ്റഡ്. എന്തോ പറ്റി? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളഞ്ഞു. ലോകത്തിന്റെ മോഹം എന്തോ പറ്റും, അത് അഴിഞ്ഞു പോകുന്ന. പക്ഷെ എന്തോ പറ്റി? now we are more close to the world. എന്തുവാ? നമുക്ക് ലോകത്തിന്റെ എല്ലാ സ്റ്റഫും നമുക്കറിയാം. we are updated, but are we updated on the word of God? ദൈവവചനവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടോ? we are listening so many other voice. നമ്മൾ ഒത്തിരി ശബ്ദങ്ങൾ നമ്മൾ വേറെ കേൾക്കുന്നുണ്ട്. but are we listening? are we tuned enough to hear the voice of God? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. when was the last time when you sat before the Lord and cried? എന്നായിരുന്നു?
അതുകൊണ്ടാ ദൈവവചനം പറയുന്നത്, നിങ്ങൾ ഏതിൽ നിന്ന് വീണെന്ന് നോക്കണം. വാട്ട് ഹൈറ്റ്, എന്തോ പറ്റി നമ്മൾ ഇന്ന് വി ആർ അഡിക്റ്റഡ്. അപ്പം ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് പല അഡിക്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പം they need help. ഇമാജിൻ, ഇപ്പം ഒരാള് ഒരു വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങിപ്പൊയ്ക്കൊണ്ടിരിക്കുക, ഡ്രൗണിങ് ഇൻ ടു ദ വാട്ടർ. അപ്പൊ അപ്പുറത്തെ സൈഡ് നിങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യായിരിക്കും? ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക, അപ്പൊ എന്തോ ചെയ്യും? പോയി ഹെൽപ്പ് ചെയ്യും. അപ്പം ആക്ച്വലി ഇപ്പം നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? ദിസ് യങ് പീപ്പിൾ ദേ നീഡ് ഹെൽപ്പ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തോ ചെയ്യണം? പേരൻസിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി. വി നീഡ് ടു ഹെൽപ്പ് ദം. ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു, കണ്ണുനീർ ഒടുക്കേണ്ടതായിട്ടിരിക്കുന്നു. പിശാജിന്റെ ഓരോ ടാക്ടിക്സ് നമ്മൾ അന്ന് ലീഡർഷിപ്പ് മീറ്റിങ്ങിന് കാണിച്ചു. പിശാജ് എന്തിനാ ഓരോ റീൽസും ഈ ഉള്ള സ്റ്റഫ് എല്ലാം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ദ ഡെവിൾസ് അജണ്ട ഈസ് ടു കൺവേർട്ട് ദം. കൺവേർട്ട് ചെയ്തോണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഹൗ മച്ച് മോർ വി നീഡ് ടു ക്രൈ. ഇതെടുത്തിട്ട് എത്ര പേർക്ക് ഇന്ന് പറയാനായിട്ട് പറ്റും? ഇറ്റ് ഈസ് ഹോളി അൺടു ഗോഡ്. ഇത് ദൈവത്തിന് വിശുദ്ധമാണെന്ന് മൊബൈൽ എടുത്തിട്ട് പറയാൻ പറ്റുമോ ഇത് ദൈവത്തിന് വിശുദ്ധമാണെന്നുള്ളത്? ഇൻസ്റ്റ, ഫേസ്ബുക്ക് ആൻഡ് ഓൾ ദി അതർ സ്റ്റഫ് ഹാസ് ബിക്കം ദ പോൺ ഹബ്. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിൽ നിന്ന് അകറ്റി കളയാനായിട്ട് ഡെവിൾ ഉണ്ടാക്കി വെച്ചേക്കുമല്ല. ആൻഡ് വി ആർ എൻജോയിങ് ഇറ്റ്. ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ അപ്പുറത്ത് നിന്ന് കമന്റ് അടിക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നത്, അറിഞ്ഞായിരുന്നോ പുള്ളി വേണ്ട പൊയ്ക്കൊണ്ടിരിക്കുക, അവനോടൊരു 100 പ്രാവശ്യം പറഞ്ഞത് ആ മര്യാദയ്ക്കിരിക്കാൻ. അങ്ങനെ തന്നെ വേണം. സ്നേഹമുള്ള ഒരാൾ അങ്ങനെ ചെയ്തില്ല, പറിച്ച് വേറെന്തോ ആയിരിക്കും ചെയ്യുന്നത്. യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ താന് ആ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ എന്തോ ചെയ്യും? ചാടി രക്ഷിക്കും. പോയി ഹി വിൽ ഡീപ് ഡൈവ് ആൻഡ് ഗെറ്റ് ദാറ്റ് പേഴ്സൺ ഔട്ട്. ഇത് തന്നെ കർത്താവ് നമ്മളോടും ചെയ്തത്. എന്തോ ചെയ്തു? അവിടെ നിന്നുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്തില്ല, നമ്മളോട് കമന്റ് പാസ് ചെയ്തില്ല, വേറെ ആരെയും വിട്ടില്ല. എന്തോ ചെയ്തു? ക്രൂശിലൂടെ നമ്മളെ വീണ്ടെടുത്തു. തന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി. He had become the sacrifice and he has pardoned our sins. നമ്മുടെ പാപങ്ങൾ എന്തോ ചെയ്തു? He has forget. അതെല്ലാം എന്തോ ചെയ്തു? ദൈവം അതിനെ മറന്നുകൂടെ കളഞ്ഞു. അപ്പം this young people, they need help. പ്രാർത്ഥിക്കണം. ഈ പിള്ളേരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മോനെ, യു ഹാവ് ദിസ് പ്രോബ്ലം, നിനക്കിത് എനിക്ക് മനസ്സിലാകും, നിനക്ക് അഡിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ലെറ്റ് us pray. ഫാമിലി ആയിട്ട് ഫാസ്റ്റിംഗ് പ്രയർ ഇരിക്കണം. ഫാമിലി പ്രയറിനകത്ത് now let us do it. എല്ലാ ഗാഡ്ജറ്റും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയണം, കർത്താവേ ഞങ്ങൾക്ക് കുടുംബമായി ഇതിനെ ജയിക്കാൻ ദൈവം സഹായിക്കണമേ. ഒരു പിശാചിൻ്റെതായിട്ടുള്ള ഒരു സ്കീമും ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനായിട്ട് കർത്താവേ ഒന്നിനകത്ത് ഞങ്ങൾ അകപ്പെട്ടു പോകാൻ ഇടയാവില്ല എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ഒരു വലിയൊരു ട്രെൻഡാ എത്തിസം. കുര്യനൊക്കെ ചോദിച്ചാൽ അറിയാം. നമ്മൾ പല പിള്ളേരോട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മുമ്പേ പറഞ്ഞില്ലേ, പകുതി പേര് നിരീശ്വരവാദികളാണ്. പണ്ട് ഞാൻ നിങ്ങളൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത്, വെൻ വി ഗോ ടു കോളേജ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 30% ആൾക്കാർക്കെങ്കിലും ഒരു ചെറിയ ദൈവഭയമെങ്കിലും ഉണ്ടായിരുന്നു. ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊരു ചെറിയ ദൈവഭയമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയാൽ ആർക്കും ഒരു ദൈവഭയവും ഇല്ല. മറിച്ച് എന്തോ ആയിട്ട് മാറി. അവർ മറ്റൊരു കൾച്ചർ, എന്തോ ദൈവത്തിൽ ഞങ്ങൾ വി ഡോണ്ട് കെയർ. അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ ഉള്ളിൽ ചിലപ്പം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കാണും. ആൻഡ് ഹൂ വിൽ ഗിവ് ദി ആൻസർ? ആര് കൊടുക്കും ഇതിന് ഉത്തരം? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പേരന്റ് പറയായിരുന്നു, അവരുടെ വീട്ടിൽ there are 2 kids. ഒരു മൂത്ത ഒരു മോനുണ്ട്, 12 year old. ഒരു ചെറിയൊരു മോളുണ്ട്, മേ ബി 6 or 5. അപ്പം ചേച്ചി കിച്ചണിൽ ഷീസ് അരിഞ്ഞിഫൈങ് സവോള അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൾ അവിടെ ഇരുന്ന് കളിക്കുക. ആൻഡ് ദ ബോയ് ഈസ് ഓൾസോ ദെയർ. അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഈ മോൾ ചോദിച്ചു, മമ്മി വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റഡ് മീ? അപ്പോൾ ആദ്യം ഈ ചോദ്യം കേട്ടപ്പോൾ പുള്ളിക്കാരെ അങ്ങ് ഇഗ്നോർ ചെയ്തു. അപ്പോൾ പിന്നെ ഇച്ചിരി ഓർക്കും, മമ്മി ഐ ആം ആസ്കിങ് യു വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റഡ് മീ? ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചത്?
അപ്പോൾ ഷി വാസ് ടെല്ലിങ്, ഭയങ്കര ജെന്യുവനായിട്ട് പറയുക, ആക്ച്വലി നെൽസൺ ഈ ഒന്നാമതേ ഞാൻ അടുക്കളയിൽ ഈ സവോള അരിഞ്ഞ് എൻ്റെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക, അതിനിടയ്ക്കാണ് ഇവളുടെ ഒരു ചോദ്യം. കരയണോ അതോ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെയും പുള്ളിക്കാരെ ചോദിക്കുക, ഷീ ഈസ് ജെന്യുവൻലി ആസ്കിങ്, ഇങ്ങനെ പറയുക, മമ്മി ഐ ആം ആസ്കിങ് യു. അപ്പം ദി എൽഡർ ബോയ്, മൂത്ത മോൻ അവിടെ നിന്ന് പറയുക, ഈ കണ്ണാടി കറങ്ങി വരുന്ന ഒരു ആൻസർ നമ്മളെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ആൻസർ പറഞ്ഞു. പെട്ടെന്ന് ഹി വാസ് ടെല്ലിങ്, ബിക്കോസ് ഡാഡ് ആൻഡ് മോം പ്രേഡ് ഫോർ യു. ആൻഡ് ഷീ ഈസ് ലൈക്ക്, റിയലി? ഹല്ലേലൂയ. അപ്പൊ എന്തോ ഹല്ലേലൂയ. അപ്പൊ എന്തോന്നറിയോ, ഈ നമ്മുടെ പിള്ളേര് ഈ പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് നടക്കുക. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്? ഇപ്പൊ നമ്മളോട് ഒരാൾ വന്നൊരു ചോദ്യം, നമ്മളെ പേരൻസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മുടെ പിള്ളേർ വന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്തോ ആയിരിക്കും? ചൂടാവും നമ്മള്. അത് ചൂടാവുന്നതിന് കാര്യം എന്താണെന്നറിയോ? സൈക്കോളജിക്കൽ, there is no answer. പാവങ്ങൾ, അവർക്ക് ഉത്തരം അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചൂടാവുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞാൽ ആ ജോർജ് കുട്ടി പാസ്റ്റർ അവിടെ ചങ്ക് പൊട്ടിക്കിടന്ന് പ്രസംഗിക്കുക, അവിടെ പോയാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല, സൺഡേ സ്കൂളിൽ പോയാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല. സിമ്പിൾ. അപ്പൊ അവർക്ക് എന്തോ അറിയത്തില്ല, ആൻസർ അറിയത്തില്ല. ദാറ്റ്സ് ഓക്കെ. സി പേരൻസ്, ഇത് നമ്മൾ ഭയങ്കര ജെനുവിനായിട്ട് ഇവരുടെ മുമ്പിൽ നിന്നാലേ പറ്റത്തുള്ളൂ. ഒരു മോൾ, നിങ്ങളുടെ മോളെ ഒരാൾ വന്ന് ഇങ്ങനെ ചോദ്യം ചോദിക്കുക, അന്നേരം അറിയത്തില്ലെങ്കിൽ എന്തോ ചെയ്യണം? സോറി മോളെ, എനിക്കിതിൻ്റെ ആൻസർ ഇപ്പം എനിക്ക് അറിയത്തില്ല, ബട്ട് ലെറ്റ് മീ സ്റ്റഡി ദ ബൈബിൾ ആൻഡ് ഐ വിൽ കം ബാക്ക് ടു യു എന്ന് പറയണം. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്തോ ചെയ്യണം? അതങ്ങ് വിട്ടും കളഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു, സ്തോത്രഗീതം പാടുക നീ മനമേന്ന് പറഞ്ഞ് അങ്ങ് പോയേക്കരുത്. ഇവർ ചോദിച്ച ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കണം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഇതിൻ്റെ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം. യൂത്തിൻ്റെ ആൾക്കാരെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം ഒരുമിച്ച്. എന്നിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് എന്തോ ചെയ്യണം? തിരിച്ചു പോയി പറയണം, മോനെ ട്രിനിറ്റി, യെസ് ഇറ്റ് ഈസ് ദേർ. ഉത്തരം നമ്മൾ കൊടുക്കണം. ഉത്തരം കിട്ടിയില്ലല്ലോ എന്തോ ചെയ്യുന്നറിയാം? ദേ വിൽ ജസ്റ്റ് സിംപ്ലി ഗോ ഇൻ ടു ദ ചാറ്റ് GPT. ഇപ്പൊ എന്തോ ഉത്തരം കിട്ടാത്ത ആൻസറിനെല്ലാം പോയിട്ട് ചാറ്റ് GPT ചോദിക്കും. ആൻഡ് ഡു യു നോ വാട്ട് ദ ഫൗണ്ടർ ഈസ് ടെല്ലിങ്? ചാറ്റ് GPTയുടെ ഫൗണ്ടർ, AI-യുടെ ഒക്കെ ആൾക്കാർ, ഫൗണ്ടേഴ്സ് എന്തോന്ന് പറയുന്നത്? വി വോണ്ട് ബ്രിങ് എവ്രിബഡി ടു ദ ഡാർക്ക്നെസ്. ഇരുട്ടിന്റെ അകത്തോട്ട് കൊണ്ടുപോകാൻ അവരെല്ലാം നോക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോയി സെർച്ച് ചെയ്തതിനകത്തെല്ലാം എന്തോ വരും? ഡാർക്ക്നെസ് എലമെന്റ് വരും, പൈശാചികമായിട്ടുള്ള എലമെന്റ്സ് വരും. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? വി ഷുഡ് ബി എക്യുപ്ഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിനകത്ത് നമ്മൾ പാല് കുടിച്ചോണ്ടിരിക്കല്ല. വി ഹാവ് ടു എക്യുപ്പ് അവർസെൽഫ്. ശുഭവചനത്താൽ നമ്മുടെ ഹൃദയം നിറയണം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ഒരു കുഞ്ഞും പോകരുത്. മൂന്നാമത്തെ കാര്യം, വേർഡ്ലി പാറ്റേൺസ് ഭയങ്കരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വേർഡ്ലി പാറ്റേൺസ്. നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അറിയാം. ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് ഇൻ ദ കോറിഡോർ. കഫറ്റീരിയയിൽ പോയിരുന്ന് ഈ പിള്ളേർ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് കേട്ടാൽ ചങ്ക് പൊട്ടിപ്പോ. മാസ് കുര്യൻ ചങ്ക് പൊട്ടിപ്പോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു 25 ഇന്റർനാഷണൽ ക്യാമ്പസ് ഉണ്ട്. അവിടെ കഫറ്റീരിയയിലൊക്കെ പോയിരുന്ന് ഈ പിള്ളേർ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്ന കാണുമ്പോൾ മൈ ഗോഡ്, ഐ ക്രൈ ഇൻ ടു ദ ലോർഡ്. ഞാൻ നിങ്ങളോട് മുമ്പ് നമ്മൾ റിവേഴ്സ് എഫക്റ്റ്, പ്രായമുള്ള എത്ര പേര് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എത്ര പേര് LGBTQ+- എന്ന് കേട്ടിട്ടുണ്ട്? കരവന്ന് നിർത്തോ. 2, 3, 4, 5. Okay, all the VVIPs. How many of you have heard about LGBTQ? പാപമൊന്നുമല്ലേ യാർ, come on, be faithful. ഓക്കെയോ? ഞാൻ എൻ്റെ 2 കൈ ഓർത്തു. ഇപ്പൊ കണ്ടോ റിവേഴ്സ് എഫക്റ്റ് കണ്ടോ? മുമ്പേ ഇല്ലണ്ട് എന്തോന്നൊരു സാധനം അറിയത്തില്ലായിരുന്നു, അപ്പൊ നമുക്കറിയായിരുന്നു. ഇപ്പം LGBTQ എന്നൊരു സാധനം എന്തോന്ന് നമുക്ക് അറിയത്തുമില്ല, അങ്ങനൊരു സാധനം കേട്ടിട്ടുമില്ല. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് എന്തോ അറിയാം. I will tell you one heartbreaking example. ഞങ്ങൾ ഒരു ചർച്ചിൻ്റെ ഒരു യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ഞാൻ ജെബിയുണ്ട്, ഒരു യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഈ ടീൻ ഇഷ്യൂസ്, പല പിള്ളേരുടെ ഇഷ്യൂസൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പം ഒരു മോൻ ഞങ്ങളിങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക, നമ്മളെ പിടിക്കാൻ ഇങ്ങനെ നിൽക്കുക. നോട്ടം കണ്ടപ്പോഴേ അറിയാം സ്മാർട്ട് ഫെലോ. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേന് നേരെ പുള്ളി ചോദിക്കുക, അച്ഛാ വാട്ട് ഷുഡ് ബി മൈ സ്റ്റാൻഡ് ഓൺ LGBTQ+B-B²? I don't know full. അപ്പം വി ആർ ലൈക്ക് നോക്കുമ്പം ഈ ഡേവിഡ് ഗോലിയാത്തിൻ്റെ ഡിഫറൻസാണ്.
ഞാൻ ഗോലിയാത്തും പുള്ളി ഡേവിഡും. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, മോനെ വിച്ച് ഗ്രേഡ് യു ആർ സ്റ്റഡി? അപ്പം ഹീ ഷോഡ് ലൈക്ക് ദിസ്. 4th ഗ്രേഡിൽ പഠിക്കുന്ന മോൻ ചോദിക്കുക, ഞാൻ ലെസിബിയൻ ആണോ ഹോമോസെക്ഷൽ ആയിട്ട് ജീവിക്കണോ? വാട്ട് ഷുഡ് ബി മൈ സ്റ്റാൻഡ്? നമ്മൾ ജെൻഡർ അറിഞ്ഞത് എനിക്ക് തോന്നുന്നു 10th ക്ലാസ്സിലാന്ന് തോന്നുന്നു. പക്ഷേ 4th ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ ചോദിക്കുക, വാട്ട് ഷുഡ് ബി മൈ സ്റ്റാൻഡ് ഓൺ? ലോകത്തിന്റെ കൾച്ചർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. പണ്ട് നമുക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു, മാക്സിമം ദ വില്ലേജ്, കോട്ടയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷേ ഇന്ന് എവറിത്തിങ് ഈസ് അവൈലബിൾ. ഒരു ഭയങ്കര കൾച്ചറൽ ഇമ്പാർട്ടേഷൻ നടക്കുന്ന ഒരു സമയം. How much more we need to cry. And young people, you need to understand, God has created only men and women. All the other elements, all the other philosophies, thought process is coming from the devil. സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് we should discuss about it. അടുത്തത്, ഒത്തിരി മറ്റ് റിലീജിയൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ we should be mindful. അപ്പം ഇതിനകത്ത് ഞാൻ പ്രോബ്ലംസ് കുറെ പറഞ്ഞു. വാട്ട് ഷുഡ് വി ഡു? നമ്മൾ ഇനി എന്തോ ചെയ്യണം നമ്മൾ? ഒന്ന്, we have to become the aroma of Christ. ലോകത്തിന്റെ ഭയങ്കര ഒഴുക്കും സ്വാധീനവും ഭയങ്കര ഇൻഫ്ലുവൻസും ഡെവിൾ 24/7 ഓവർ ടൈം എടുത്തും എന്തോ ചെയ്യുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കാനായിട്ടും സ്വാധീനിക്കാനായിട്ടും നോക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഷുഡ് വി ഡു? ഞാൻ എന്തോ ചെയ്യണം? ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ട് മാറണം. എന്തോ ബൈബിൾ പറയുന്നത് 2 Corinthians 2:15, നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും എന്തോ ആയിട്ട് തീരണം? ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ട് മാറണം. ഈ ചർച്ചിലുള്ള ഓരോ ഫാമിലി, ഓരോ ഇൻഡിവിജ്വൽ ചർച്ച് എന്തോ ആയിട്ട് തീരണം? ഒരു ക്രിസ്തുവിന്റെ അരോമയായിട്ട് മാറണം. പേരൻസ് എന്തോ ആയിട്ട് തീരണം? ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ട് തീരണം. എന്നോട് ഒരു മോൻ പറഞ്ഞ ഒരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഐ സ്റ്റിൽ റിമെമ്പർ. സ്റ്റുഡന്റ് പറഞ്ഞ, ആക്ച്വലി ഈ പിള്ളേരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള അവരെ ചുമ്മാതെ ഗ്യാസ് അടിച്ചു വിടുവാന്നോ അതോ ഇത് ജെനുവിൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ പിള്ളേരോട് ചോദിക്കും. അപ്പം ദിസ് ബോയ് നമ്മളിങ്ങനെ പയ്യെ ചോദിക്കുക, ഹൗ ഡിഡ് യു ഗെറ്റ് സേവ്ഡ്? ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേന് ഹി ടോൾഡ് വൺ വെരി പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഹി വാസ് ടെല്ലിങ്, ഞാൻ കർത്താവിനെ അറിഞ്ഞത് ഞാൻ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോയിട്ടല്ല. ഐ അക്സെപ്റ്റഡ് ജീസസ്. വൈ? ബിക്കോസ് when I saw my parents genuine love, അവർക്ക് കർത്താവിനോടുള്ള സ്നേഹം കണ്ടപ്പം എനിക്കും തോന്നി യേശുവിനെ അനുഗമിക്കണമെന്ന്. എനിക്ക് എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും കർത്താവിനോടുള്ള ആവേശം കാണുമ്പോൾ, പാഷൻ കാണുമ്പോൾ എനിക്കും യേശുവിനെ അനുഗമിക്കണമെന്ന് തോന്നി. And he accepted Jesus within the 4 walls. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ കണ്ടിട്ട് എത്ര നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും, യെസ് പപ്പ മമ്മി, എനിക്കും പപ്പ മമ്മി അനുഭവിക്കുന്ന ആ സന്തോഷം, ആ സ്നേഹം, ആ പ്രത്യാശ അതെനിക്കും വേണം? എത്ര പേര് പറയും? എന്തോ ആയിട്ട് മാറണം? ക്രിസ്തുവിന്റെ അരോമയായിട്ട് മാറണം. ഇമാജിൻ, ചർച്ച കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പം അവിടെ ഒരു KFCയുടെ ബക്കറ്റ് ഉണ്ടെങ്കിൽ എന്തോ നിങ്ങൾ അവിടെ ഇരിപ്പുണ്ട് ഡൈനിങ് ടേബിളിൽ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്തോ അടിക്കും, സ്മെല്ല് അടിക്കും. നിങ്ങൾ ഒന്ന് കണ്ണടച്ച് നിങ്ങൾ പറയും, ദാറ്റ് ഈസ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് KFC അല്ലേ? പറയും. എന്തോ പറ്റി? നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്തു. ഓ പേരൻസ്, ഈ കുഞ്ഞുങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആയില്ലെങ്കിൽ ഇറ്റ് ഈസ് ചലഞ്ചിങ്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കണം. എന്തിനാ? കർത്താവിന്റെ ഒരു സൗരഭ്യവാസനയായിട്ട് ഞാൻ മാറണം. 2, ടീച്ച് ദം ടു ലവ് ഗോഡ്. Deuteronomy 6:4-5 എന്തോ പറഞ്ഞേക്കുന്നേ? അവരെ എന്തോ ചെയ്യണം? പഠിപ്പിക്കണം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം എന്തോ റബ്ബർ ചെരുപ്പിനെ പറ്റി പറയണം. അങ്ങനെയാണോ? അല്ല. നമ്മുടെ ഒരു വലിയ പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയുടെ ഒരു വലിയ ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയാമോ? വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഈ കൺവെൻഷൻ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഇത് കൺവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു.
എന്തോ ചെയ്യണം നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തോ ചെയ്യണം? വി പ്രീച്ച്, ടീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ചലഞ്ച്. കർത്താവെ, ആ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, പഠിപ്പിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. അങ്ങനെ ചെയ്ത് ഒരാളും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സമയം കഴിഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുക. മൂന്നാമത്തെ, ഫൈറ്റ് ദ ബാറ്റിൽ. ക്രിസ്തീയ ജീവിതം നമുക്കറിയാം, ഇതൊരു എക്സ്കർഷൻ ജേർണി ഒന്നുമല്ല. നമ്മൾ എവിടോ ഒരു എന്തോ പറഞ്ഞ ടൂറിന് പോകുന്ന അനുഭവമൊന്നുമല്ല. ദിസ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. ഇതൊരു യുദ്ധക്കളമാണ്. അപ്പോൾ എന്തോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? Ephesians 6 ഒന്ന് വായിക്കാം. Finally be strong in the Lord. പിശാചിന്റെ തന്ത്രങ്ങളോട് എന്തോ ചെയ്യണം? എതിർത്ത് നിൽക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ആക്ച്വലി വാട്ട് ഈസ് ദിസ് പോരാട്ടം? പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്ന് നമ്മൾ പോരാട്ടം എന്നൊക്കെ കിട്ടിയാൽ നമ്മൾ കാഞ്ഞ് കൈയടിക്കും. വിടുതൽ, പോരാട്ടം. വാട്ട് ഈസ് പോരാട്ടം? നമ്മുടെ ടയറിന്റെ പഞ്ചർ പോകുന്നതാണോ പോരാട്ടം? ജോലി പോകുന്നതാണോ പോരാട്ടം? ഒന്നുമല്ല. പിശാച് വിൽ ഡു സം ഗിമ്മിക്സ്. പക്ഷേ റിയൽ പോരാട്ടം എന്തോ അതിനകത്ത്? അതുകൊണ്ടാണ് പറഞ്ഞ 6-10. അതുകൊണ്ട് ഫൈനലി ബി സ്ട്രോങ്. അതിന്റെ മേളിലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് നോക്കാം എന്തോ പോരാട്ടം എന്നുള്ളത്. ഈ 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവരെ, ഓ യെസ്, എന്തോ ആ യുദ്ധം. നമുക്ക് ജീവൻ തന്നു, ഇപ്പൊ എന്തോ ചെയ്തു? മരിച്ചവരുടെ ഇടയിൽ പോയിരുന്നിട്ട് എന്തോ ചെയ്യുക? ഉറങ്ങുക. അപ്പൊ എന്തോ ചെയ്തു? ഇങ്ങനെ ഉറങ്ങുന്ന ഒരു സ്വഭാവമാണ് നമുക്ക്. ആ ജീവൻ, ക്രിസ്തു തന്ന ജീവൻ യഥാർത്ഥമായിട്ട് വ്യാപരിക്കുന്നില്ല. ഇന്ന് മരിച്ചവരുടെ പോയിരുന്ന് ഉറങ്ങുന്ന, ലോകത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നത് ആത്മീയ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. ബി കെയർഫുൾ. 15-ാമത്തെ വാക്യം. പിന്നെ താഴോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് 21-ാമത്തെ വാക്യം. ഓ, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. സഭയിൽ അന്യോന്യം കീഴ്പ്പെടാൻ പറ്റാത്ത ആളാണെങ്കിൽ എന്തോ പറ്റിപ്പോയി? ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. അടുത്ത 22. ഭാര്യമാരെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്തോ ചെയ്യണം? കർത്താവിൽ എന്ന പോലെ കീഴടങ്ങണം. സഹോദരിമാർക്ക് ഭർത്താവിനോട് ക്രിസ്തുവിൽ എന്നപോലെ കീഴ്പ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ പറ്റി? ദ ബൈബിൾ ഈസ് ടെല്ലിംഗ്, ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. യു ആർ എ ഫെയിലിയർ. അങ്ങേരെ ഇങ്ങേരെ എന്നൊക്കെ ഉള്ള വിളി കേൾക്കുമ്പം അപ്പൊ ഓർത്തോണം എന്തോ പറ്റി? ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഈ പിള്ളേർക്ക് മനസ്സിലായി, ഏതുകൊണ്ടോ പരാജയപ്പെട്ടു പോയ ആളാ അവിടെ കിടന്ന് വളവളാ അലയ്ക്കുന്നത്. ഭർത്താക്കന്മാർ സന്തോഷിക്കേണ്ട. 25-ാമത്തെ വാക്യം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ പറ്റി? ബൈബിൾ പറയുന്നത് അനുസരിച്ച് ആത്മീയ യുദ്ധത്തിൽ ഫെയിലിയർ ആയിട്ട് പോയി. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ വേറെ പുറത്ത് ചെയ്യുന്നുണ്ട്, നല്ല ലീഡർഷിപ്പിലൊക്കെ നിപ്പുണ്ട്. പക്ഷേ എന്തോ പറ്റി? വീട്ടിൽ പരാജയപ്പെട്ടു. ഭാര്യയോട്, കർത്താവിനോടുള്ള ആ സ്നേഹത്തിനകത്തുള്ള ആ അഗാപ്പെ ലവിനകത്ത് വരുന്നില്ലെങ്കിൽ എന്തോ പറ്റി? പരാജയപ്പെട്ടു പോയി. അതിന് ഇച്ചിരൂടെ കഴിഞ്ഞാൽ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കണ സമയം. ഓ മക്കളെ, ചിൽഡ്രൻ, obey your parents. If you are unable to obey your parents, what happened? You are leading a failed life. അപ്പോൾ എന്തോ ചെയ്യണം? ഇത് ജയിച്ചതാ, നമുക്ക് ജയിക്കാനായിട്ടുള്ളതാ. If you are unable to control your tongue, emotions, അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എന്തോ ചെയ്തു? You are getting a failure. 4-ാമത്തെ വാക്യം. കോപിപ്പിക്കുന്ന അനുഭവമെങ്കിൽ എന്തോ പറ്റി? തോറ്റുപോയി. 5, സ്ലേവ്സ്, ദാസന്മാർ എന്തോ ചെയ്യണം?
ഇപ്പം നമ്മുടെ ബോസ് ഫോണെ വിളിക്കുമ്പോൾ ദേണ്ട ഈ ഭ്രാന്തൻ വിളിക്കുന്നു, ഇങ്ങേർക്ക് വട്ടാന്നോ തോന്നുന്നു, എപ്പോഴും അങ്ങ് വിളിച്ച് ശല്യപ്പെടുത്തും. അത് കേട്ടോണ്ടിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന പിള്ളേർ കേൾക്കുമ്പോൾ മനസ്സിലായത് ഫെയിൽഡ് സോൾജിയറിന്റെ വാക്കുകളായത്. എപ്പോ നോക്കിയാലും പിന്നെ പറഞ്ഞു മാസ്റ്റർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ ആം സ്റ്റോപ്പിങ്. അപ്പം നമ്മൾ ഈ പിള്ളേർ ഭയങ്കര റെഡാറായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫാണോ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ആത്മീയ യുദ്ധത്തിൽ നമ്മൾ എവിടേക്കോ പരാജയപ്പെട്ടു പോയോ? പക്ഷെ ദൈവം ഒരു കാര്യമാകെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു ആവേശമായിരിക്കണം. എന്തുവാ? ജഡ്ജസ് 2:10 സംഭവിക്കരുത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ഹോപ്പ്ലെസ് ആളായിട്ടൊന്നും അല്ല നിൽക്കുന്നത്. എല്ലാ പിള്ളേരെല്ലാം തകർന്നുകൊണ്ടിരിക്കുക, അത് അങ്ങനൊന്നും അല്ല. ഗോഡ് ഈസ് റേസിംഗ് അപ്പ് ആൻ ആർമി. ദൈവം അടുത്തൊരു റെമനന്റ്, അടുത്തൊരു ശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ UAE-യിലുണ്ട്. കർത്താവിന്റെ സുവിശേഷം പറഞ്ഞതിന് അടി കിട്ടിയ, പാപത്തോട് നോ പറയുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ തലമുറയിൽ, ഈ നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ തല്ലിപ്പൊളികളായിട്ട് മാറാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവർ വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ അവർ ജ്യോതിസുകളായിട്ട് മാറണം. ദേ ഷുഡ് ബി സ്റ്റാർസ്. അവർ സ്റ്റാർസ് ആയിരിക്കണം. അവരുടെ അക്കാഡമിക് ജീവിതത്തിനകത്ത് അവർ സ്റ്റാർസ് ആയിരിക്കണം. അവരുടെ എല്ലാ മേഖലയ്ക്കകത്തും ദേ ഷുഡ് ബി സ്റ്റാർസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്ക് ഫെയിലിയറിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, they should not become the toys in the hands of devil. പിശാചിന്റെ കയ്യിലെ ടോയ്സ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോകരുത്. They should be a mighty weapon in the hands of God. അവർ കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായിട്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ അവർ കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ നല്ല ആയുധങ്ങളായിട്ട് മാറണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ഉത്തരവാദിത്വം ദൈവം ആരെ ഏൽപ്പിച്ചേക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരെ, ഓരോ മാതാപിതാക്കളെ, ഓരോ എൽഡേഴ്സ്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഓരോ അച്ഛന്മാരെ, ചേച്ചിമാരെ, God is calling you. ദൈവം ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ചലഞ്ച് തരുമോ? എന്തുവാ? കർത്താവിനെ അറിയാത്തൊരു തലമുറയല്ല, എന്നിലൂടെ കർത്താവിനെ അറിയുന്ന ഒരു തലമുറ. ക്രിസ്തീയ ജീവിതം എക്സ്പീരിയൻസ് ആ കേട്ടോ. ദിസ് ഇസ് എക്സ്പീരിയൻസ്, അനുഭവമല്ല, എന്തെങ്കിലുമൊക്കെ അനുകരിക്കുന്നല്ല. ദിസ് ഇസ് എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. കർത്താവിനെ രുചിച്ച ഒരാളില് എന്തോ പറ്റുമെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഈ പകർച്ചവ്യാധി പോലെ. പകർച്ചവ്യാധി എന്തോ, ഇത് എനിക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് പിന്നെന്തോ അടുത്ത ആൾക്കൂടെ വരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ രുചിച്ചറിയുന്ന ഓരോ ദൈവ പൈതലിനും ഇത് അനുഭവമാണ്. എന്നിട്ട് ഇതൊരു പാൻഡമിക് പോലെ മറ്റുള്ള ആളുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കും? കർത്താവേ, എനിക്കിതൊരു ആഴത്തിലൊരു അനുഭവമായി, കർത്താവിനോട് കൂടെ ജീവിക്കുന്നത് ഒരു അനുഭവമായിട്ട് തീരണമേ. കർത്താവേ, അങ്ങയോടുള്ള ബന്ധം, ലോർഡ് മേക്ക് മീ സ്ട്രോങ്. കർത്താവ്, ഇന്നൊരു റിന്യൂവിങ് സ്ട്രെങ്ത് കർത്താവേ എനിക്ക് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ആത്മാവിന്റെ ഒരു വലിയൊരു നിറവ്, എ ഫുൾനെസ് ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ പകരാനായിട്ട് ആഗ്രഹിക്കുക. എന്തിനാ? ഈ വക്രതയും കോട്ടമുള്ള തലമുറ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കർത്താവേ, ഇല്ല, ഞാൻ നിൽക്കാം. അഭിഷേകത്തോടെ, അധികാരത്തോടെ അടുത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. ജഡ്ജസ് 2:10 സംഭവിക്കാൻ ഞാൻ എൻ്റെ തലമുറയിൽ I would not allow this. I will stand for Jesus. I will stand for Jesus. എല്ലാവരും ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. I will say no to the world. ഞാൻ ലോകത്തോടും പാപത്തോടും ഞാൻ നോ പറയും. ലോകത്തിന്റെ ഒരു കൾച്ചറിന്റെ പുറകെയും ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം ഇന്ന് ചില കുഞ്ഞുങ്ങളെ വിളിക്കുക. God is calling some of you, the young people here sitting here. Will you stand as a stopper for Judges 2:10? Judges 2:10 സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. I will stand for Jesus. I will stand for Jesus. Hallelujah. മുമ്പേ നമ്മൾ കേട്ടു, ബില്ലി ഗ്രഹാം prayed, Lord do it again, Lord do it again, Lord do it again, but do it through me. അടുത്ത ലൈൻ എന്തോന്ന് അറിയാമോ? Lord do it through me. കർത്താവേ, അതെന്നിലൂടെ ചെയ്യണമേ. കർത്താവേ, അതെന്നിലൂടെ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ആദ്യം പറഞ്ഞതുപോലെ God is expecting something from us. കർത്താവേ, do it again. ആത്മീയതയുടെ ഒരു ഡ്രൈനെസ്, ഡെഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് ലെറ്റ് us pray. കർത്താവേ, do it again, do it again, do it again and do it through me.
കർത്താവ് എന്നിലൂടെ ചെയ്യണമേ. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താം. ഹല്ലേലൂയ. യഥാർത്ഥമായി കർത്താവേ, ജഡ്ജസ് 2:10 സംഭവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. I want a deeper experience. I wanted to have an encounter with you. Hallelujah. Hallelujah. നമ്മൾ ഒരു പാട്ട് പാടും. ആ സമയത്ത് എനിക്കറിയാം ദൈവത്തിന് എക്സ്പേർട്സും വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ദൈവം ഇന്ന് ചില പകർച്ച, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു പകർച്ച നൽകാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നമുക്ക് എല്ലാവരും ഒരു നിമിഷം എഴുന്നേക്കാമോ? ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് കർത്താവിന് പറ, കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണമേ. അഭിഷേകത്തോടെ അടുത്തൊരു തലമുറ, അധികാരത്തോടെ അടുത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ.